കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, ധനലക്ഷ്മി ബാങ്കിന് സമീപം ഓട്ടുപാറ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. മുട്ടുവേദന, നടുവേദന, എല്ല് തേയ്മാനം എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. ഗർഭകാല ചികിത്സയും പ്രസവാനന്തര ചികിത്സയും, PCOD, ഗർഭാശയ രോഗങ്ങൾ തുടങ്ങി സ്ത്രീജന്യ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ. PNNM ആയുർവേദ കോളേജിലെ ഡോക്ടർ V. വിനീഷ് MD ബുധനാഴ്ചകളിൽ വൈകിട്ട് 5 മുതൽ 7 വരെയും, ഡോക്ടർ ഫെബിജാൻ മുംതാസ് BAMS ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മുതൽ 6 വരെയും രോഗികളെ പരിശോധിക്കുന്നു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, ധനലക്ഷ്മി ബാങ്കിന് സമീപം ഓട്ടുപാറ. കോൺടാക്ട് 9447389125. പ്രശസ്തമായ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 15ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ 4ാം ദിവസത്തെ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൂർത്തിയായി. രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് യജ്ഞവേദിയിൽ ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും ആരംഭിച്ചത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? നാലാം ദിനത്തിൽ ദേവീ സ്തുതി മുതൽ ഭൃഗുവംശസ്ഥിതി വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. ഇതോടനുബന്ധിച്ച് ശത്രു സംഹാരത്തിനായി പ്രത്യേക ധൂമാവതി പൂജ, കുങ്കുമാഭിഷേകം, കടുംപായസ നിവേദ്യം എന്നിവയും വിവിധ ഭജനകളും പ്രഭാഷണങ്ങളും നടന്നു. പെരുമ്പാവൂർ പട്ടിമറ്റം CJR പിള്ളയുടെ നേതൃത്വത്തിലാണ് യജ്ഞപാരായണം പുരോഗമിക്കുന്നത്. നവാഹ യജ്ഞ കമ്മിറ്റി പ്രസിഡന്റ് PR സുരേഷ് കുമാർ, സെക്രട്ടറി കൃഷ്ണകുമാർ കണ്ടേരി, ട്രഷറർ എന്നിവർ ചടങ്ങുകൾക്ക് ഏകോപനം നൽകി. യജ്ഞത്തിന്റെ 5ാം ദിവസമായ ബുധനാഴ്ച ഹൈഹയ ചരിതം മുതൽ ശൂനശേപ മോചനം വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. കൂടാതെ കർക്കിടക വാവിനോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനും പ്രത്യേക തിലഹവന പൂജയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പുണ്യചടങ്ങുകളിൽ ഭക്തജനങ്ങൾ കുടുംബസമേതം പങ്കെടുത്ത് ദേവീകൃപ തേടണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു. You are watching VCV News.